ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ആൻഡോസ് വ്ലോഗ്. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ചെറിയ മീൻപിടുത്തം അല്ല, വലിയൊരു മീൻപിടുത്തമാണ് കേട്ടോ. ഈ കുളത്തിൽ ഇപ്പോൾ വലിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ മീൻപിടുത്തവും തന്നെ പറയാം. കാരണം നമുക്ക് വലിയ മീൻ കിട്ടിയാൽ വലിയ മീൻപിടുത്തം, ചെറിയ മീൻ കിട്ടിയാൽ ചെറിയ മീൻപിടുത്തം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ ഈ പോകുന്നത് ജംബോ സർക്കസിന് പഠിക്കാൻ വേണ്ടി അല്ല കേട്ടോ പോകുന്നത്. നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്ത മതിൽ ചാടിയാണ് പോകുന്നത്. അങ്ങനെ അവനും ചാടി, ഞാനും ചാടി. എന്തോ ഭാഗ്യത്തിൽ താഴെ പോയില്ല കേട്ടോ. അങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്ന നമ്മുടെ സ്ഥിര സ്പോട്ടായ നമ്മുടെ കുളത്തിലെത്തിയ കേട്ടോ. ഇതാണ് നമ്മുടെ ആയിന്തലക്കോണം കുളം. ഈ മീൻപിടുത്തം എന്ന് പറയുന്നത് എന്തുകൊണ്ട് രസകരവുമാണ്, അതിനൊപ്പം പാടുമാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റിൻ്റെ അകത്തോ വീഡിയോ തീരും. പക്ഷേ നമ്മൾ ഈ ഒരു മീൻ പിടിക്കാൻ തന്നെ എടുക്കുന്ന സമയം തന്നെ 10 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ സെറ്റായിട്ട് വരത്തുള്ളൂ. സബ്സ്ക്രൈബർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ 18,000 സബ്സ്ക്രൈബർ ആവാറായി. പക്ഷേ മോണിറ്റൈസേഷൻ ആയോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയില്ല കേട്ടോ. അതിന് കാരണം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന ലോങ് വീഡിയോസ് നിങ്ങളുടെ ഫുള്ളായിട്ട് കണ്ടാലേ നടക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ അവനും താഴെ ഇറങ്ങി, ഞാനും താഴെ ഇറങ്ങി കേട്ടോ. ഇത് നമ്മുടെ പരിപാടിയാണ്. നമ്മളങ്ങനെ ഇര കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്ര മീൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എല്ലാം കണ്ട് തന്നെ അറിയണം കേട്ടോ. നമ്മളിന്ന് ഒരുപാട് ചൂണ്ട കൊണ്ടുവന്നു കേട്ടോ. അതാണ് നമ്മളിങ്ങനെ കൊരുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വിചാരിച്ചു ഇന്ന് കുറേ ചൂണ്ട കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിടാന്ന്. അതുപോലെ നമ്മളിന്ന് വെറൈറ്റി ചൂണ്ട കൊണ്ടുവന്നു കേട്ടോ. ഒരു ചൂണ്ടയിൽ തന്നെ 4 കൊളുത്ത് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്നത്. പക്ഷേ അതിൽ നമുക്ക് മീൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ അത് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ ചൂണ്ട പോകാൻ ഞാൻ റെഡിയാക്കുന്നുണ്ട്, അവൻ ചൂണ്ട റെഡിയാക്കിക്കൊണ്ട് ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ പരിപാടി. അങ്ങനെ നമ്മൾ കുറച്ച് ചൂണ്ടകളൊക്കെ ഇട്ട് കേട്ടോ. ഈ ലാസ്റ്റിൽ ചൂണ്ട അവൻ ചൂണ്ട കൊടുത്തൊരു കൊരുപ്പിടുന്നുണ്ട്. അപ്പം ഞാനും അവനും ചൂണ്ട ഇട്ടിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനാണ് പോകുന്നത്. കാരണം നമ്മൾ ചൂണ്ട ഇട്ടേലേ ഉള്ളൂ. ഇന്ന് എന്തായാലും മീൻ കൊത്താൻ വേണ്ടി അല്പം താമസിക്കും. ഇവിടെ അങ്ങനെയാണ് നമ്മളെ ഈ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ എണീറ്റ് പോകുന്നുണ്ട്. അവൻ്റെ ചൂണ്ട വലിച്ചുകൊണ്ട് പോകണണ്ട കൈ തള്ള കിട്ടിയെന്നോട് കിട്ടി അടിപൊളി സാധനം. പക്ഷെ എൻ്റെ ദൈവമേ, ക്യാമറ കാണിച്ചു കൊടുറാ. ഫസ്റ്റ് കിട്ടിയ മീൻ തള്ള അടിപൊളി. കണ്ട അവൻ്റെ സന്തോഷം കണ്ട. ആ സന്തോഷത്തിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് സപ്പോർട്ട് കമൻറ്റൊക്കെ തന്നാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ മീനിൻ്റെ സന്തോഷം കാരണം നമ്മൾ വീണ്ടും ചൂണ്ടയിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞാനും ഒരു കുരിപ്പെടുത്തു, അത് ശരിയായില്ല. അപ്പോൾ ഞാനൊക്കെ റെഡിയായിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അവൻ ഫുൾ ടൈം റെഡിയാണ്. അങ്ങനെ അവൻ അടുത്ത് വീണ്ടും ചൂണ്ടയിടും കേട്ടോ. പക്ഷേ അത് വലിച്ചപ്പോൾ അതിൽ മീൻ. എനിക്ക് വയ്യ, എന്തൊരു പറയാമല്ലേ ഗൈസ്. അവൻ്റെ സന്തോഷം കണ്ടാ ഗൈസ്. എന്തായാലും ഇന്ന് വന്നത് വെറുതെ ആയില്ല കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ മീനും കിട്ടി. ഈ ഓരോ മീൻ കിട്ടുമ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഗൈസ്. അങ്ങനെ അവൻ അടുത്ത ചൂണ്ട വലിച്ചു പോകാൻ വേണ്ടി പോവുകയാണ്. അതിലും കിട്ടിയെന്നാണ് ഗൈസ്. എനിക്ക് വയ്യ, അവൻ മാത്രം മീൻ പിടിക്കുന്നത്. ഞാൻ എന്നാ പൊട്ടനാ? പക്ഷെ എൻ്റെ ദൈവമേ അടിപൊളി. കണ്ട അവൻ ഡയലോഗ് അടിക്കുന്നുണ്ട് അവിടെ നിന്നും കൊണ്ട്. എനിക്കറിഞ്ഞൂടെ ഗൈസ്. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോണ കേട്ടോ. അവൻ പറയണം, ഞാൻ കേൾക്കണം. കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന ഇരയാണ് കേട്ടോ. അവൻ എന്ത് ചെയ്യുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ അവൻ നമ്മുടെ വലിയ ചൂണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ നമ്മുടെ ഒരു ചൂണ്ടയിൽ 4 കൊളുത്ത് വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇര ഇരിക്കുന്നു, അവൻ ഓരോന്ന് മേടിക്കുന്നു, അവൻ സെറ്റ് ചെയ്യുന്നു. എന്താ അല്ലേ, ഇതാണ് പറയുന്നത്. മൂത്തവർ അവിടെ നിൽക്കണം, ഇളയവർ പറയണം കേൾക്കണമെന്ന്. വേറെ ഒന്നുമല്ല ഗൈസ്. എനിക്ക് സംഭവം ഈ മീൻ പിടുത്തോ അങ്ങനെ സംഭവം എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ വരുന്നത് എനിക്ക് വീഡിയോ എടുക്കണം, നമ്മുടെ ചാനലിൽ ഇടണം കേട്ടോ. അതാണ് ഞാൻ മെയിനായിട്ട് വരുന്നത്. പക്ഷേ വരുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഒരുപാട് മീനും കിട്ടും, അവൻ മീൻ പിടിക്കുകയും ചെയ്യും, നമുക്കൊരു വീഡിയോ ആയി. പക്ഷേ എന്തായാലും സൂപ്പറല്ലേ. നിങ്ങൾ വീഡിയോ ഇതൊക്കെ ഈ നടക്കുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ കമൻറ്റ് ഇടണം കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. അങ്ങനെ വീണ്ടും കുറേ നേരത്തെ കാത്തിപ്പിന് ശേഷം അവന് തന്നെ കേട്ടോ വീണ്ടും മീൻ അടിച്ചേ. എനിക്ക് മീനൊന്നും കിട്ടുന്നില്ല കണ്ടോ. അവൻ സ്ലോ മോഷനിൽ മീനിനെ വെള്ളത്തിട്ട് കളിപ്പിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. എന്തായാലും അവനും കിട്ടി വീണ്ടും. അങ്ങനെ എനിക്ക് മീൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പിന്നെ ശരി മാറിപ്പോവാൻ. അങ്ങനെ അവൻ മാറിപ്പോയി. അവൻ നിന്നെടുത്ത് വീണ്ടും അവന് എന്നെ മീൻ കിട്ടിയിട്ടുണ്ടാവും. അവൻ മാറിപ്പോയത് എൻ്റെ അടുത്ത് നിന്നതുകൊണ്ടോ അല്ല എനിക്ക് മീൻ കിട്ടാത്തത്. നമ്മൾ ഒരുമിച്ച് നിന്നാലും മാറി നിന്നാലും അവന് എന്നെ മീൻ കിട്ടും. കണ്ടോ അവന് മീൻ കിട്ടിയത് കണ്ടോ വീണ്ടും. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ചൂണ്ടയിൽ മീൻ അടിച്ചു കേട്ടോ. എന്താ എൻ്റെ സന്തോഷം കണ്ടോ നിങ്ങൾ. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഗൈസ്. വീഡിയോ എടുക്കാൻ വന്ന് എനിക്കും കിട്ടി മീൻ. നിങ്ങൾ അവിടേക്ക് ഇങ്ങനെയാണോ? അങ്ങനെ അടുത്ത് വീണ്ടും അവൻ്റെ ചൂണ്ടയിൽ അടിച്ചു കണ്ടോ മീൻ. എന്തായാലും നിങ്ങൾ ഇന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിലേ വീഡിയോയ്ക്ക് അവസാനം കമൻറ്റ് ഇടണം കേട്ടോ. അവനാണോ എനിക്കാണോ ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയെന്ന്. അങ്ങനെ അടുത്ത് വീണ്ടും എൻ്റെ ചൂണ്ടയിൽ മീൻ അടിച്ചു കേട്ടോ. എൻ്റെ ചൂണ്ടയാണ് അവൻ ഇപ്പം വലിച്ചത്. ആരും തെറ്റിദ്ധരിച്ചൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ചൂണ്ടയിൽ വീണ്ടും ഒരു മീൻ അടിച്ച്. അത്യാവശ്യം പൊരിക്കാനുള്ള സൈസാണ് കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പിടിച്ച മീൻ എന്ത് ചെയ്തു, അത് നമ്മൾ പൊരിക്കുകയാണോ വളർത്തുകയാണോ എല്ലാ കാര്യം പറഞ്ഞുതരാവേ.
ഇനി അടുത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഊഴമാണെന്നാണ് തോന്നുന്നത്. അടുത്ത് വീണ്ടും എൻ്റെ തന്നെ മീൻ അടിച്ചു കേട്ടോ. എന്തായാലും എനിക്കറിയത്തില്ല ഇനി അടുത്ത ആരൊക്കെ മീൻ അടിക്കുമെന്ന്. എന്തായാലും വീണ്ടും കിട്ടി സന്തോഷം. നമ്മൾ ഇന്നൊരു സംഭവം കണ്ടു കേട്ടോ. എൻ്റെ തീയമ 2 വരാൽ എങ്ങനെ പോയാലും 2 കിലോയ്ക്ക് മുകളിൽ വരും കേട്ടോ. നല്ല സൈസുള്ള നല്ല വരാൽ. പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി ഗൈസ്, കിട്ടിയില്ല കേട്ടോ. അതാണ് നമ്മൾ അതിൻ്റെ വീഡിയോ കാണിക്കാത്തത്. നിങ്ങൾ ഇന്ന് വീഡിയോ കാണുന്ന മൊത്തം ടൈം നമ്മൾ മീൻ പിടിക്കുന്നതല്ലേ കണ്ടേ. പക്ഷേ മീൻ കിട്ടാത്ത അവസരങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് 1 മണിക്കൂർ മീൻ പിടിക്കാതിരിക്കുമ്പോൾ ചിലപ്പം 10 അല്ലെങ്കിൽ 5 മീനാണ് കിട്ടുന്നത്. പക്ഷേ ബാക്കി നമ്മുടെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മീൻ കിട്ടത്തില്ലേ. നിങ്ങൾ അവിടെ എങ്ങനെയാണെന്ന് വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കിട്ടാത്തതെല്ലാം കട്ട് ചെയ്തിട്ട് മീൻ കിട്ടിയത് മാത്രമാണ് കേട്ടോ നമുക്ക് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടു പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. കാരണം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിയണം. അതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് കുറച്ച് മീനുകൾ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മീൻ ആരെ ചൂണ്ടയിലാണ് കിട്ടിയതെന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം, ആദ്യക്കുട്ടിന് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.